ഇനിയൊരു കാര്യം പറയട്ടെ. ജൂൺ 1 സ്കൂൾ തുറക്കും അല്ലേ? സ്കൂളുകൾ തുറക്കാറായി. നമ്മുടെ എല്ലാം കുട്ടികൾ പഠനത്തിന് നന്നായിരിക്കാം, മോശമായിരിക്കാം. അതിൻ്റെ വിലയിരുത്തലുകൾ നമ്മൾ തന്നെ നടത്തുക. മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ കുട്ടികളുടെ വില നിലവാരം നടത്താതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പഠനവും നമുക്കറിയാം, നമ്മളും എങ്ങനെയൊക്കെയാണ് പഠിച്ചു വന്നതെന്നുള്ള കാര്യം നമ്മൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിനെ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് പല കുടുംബത്തിലും പല പ്രശ്നങ്ങളും വരുന്നത്. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ ചുമതല മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക. ഇനി SSLCയുടെ വിജയങ്ങളൊക്കെ വന്നു. ഇനി +1, +2 ഇങ്ങനെയുള്ള എല്ലാം ഓരോന്നായി വരുന്നുണ്ട്. പരമാവധി നമ്മൾ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നങ്ങൾ നമ്മൾ കൊടുക്കുക. അതല്ലാതെ ഒരിക്കലും അവരെ നമ്മൾ വിമർശിച്ചുകൊണ്ട് ഒരിക്കലും ഒന്നും തന്നെ ചെയ്യരുത്. അവരുടെ കഴിവ് എന്താണോ, അവരെന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഇന്നതാവണം, ഇന്നതാ നീ ആയേ തീരൂ എന്നുള്ള ചിന്ത നമ്മൾ ഒഴിവാക്കി അവർക്ക് എന്താണോ ഇഷ്ടമെങ്കിൽ അത് നടത്തിക്കൊടുക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. വിജയം തോൽവിയൊക്കെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചിരിക്കുന്നത് തോൽവി ഏറ്റുവാങ്ങിയവനാണ്. തോറ്റവനാണ് എന്നും ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതൊരു സിനിമയിലെ വാക്കാണ്, ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ടല്ല. ഇനി ഞാൻ പറയുന്നത് ഗൗരവമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും 2 കാര്യം ചിന്തിക്കും, പോസിറ്റീവും നെഗറ്റീവും. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കാര്യം എന്താണ്? നെഗറ്റീവായിരിക്കും. നെഗറ്റീവ് ചിന്തകളായിരിക്കും ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക. പിന്നെയാണ് പോസിറ്റീവ് തിങ്സിലേക്ക് പോവുക. അത് പോസിറ്റീവ് തിങ്സിലേക്ക് പോകാനും സാധ്യത വളരെ കുറവാണ്. കാരണം ആദ്യം വരുന്നത് നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും അല്ലേ? അപ്പം നല്ലതിനെ മാത്രം നമ്മൾ എടുക്കുക. നമ്മുടെ വിജയം നമ്മുടെ അടുത്തുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ പരമാവധി പ്രയത്നിക്കുക. അത് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലാതെ അവരെ ഒരിക്കലും നമ്മൾ ഒന്നിനും നിർബന്ധിക്കരുത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളുടെ കഴിവുകൾ കണ്ടെത്തി നമ്മൾ തന്നെ അവരെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ മുന്നോട്ടിറങ്ങുക. അവരെ വിമർശിക്കുകയല്ല വേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യുക.